രാത്രികാലങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് പ്രത്യേക പ്രീമിയം നിരക്ക് ഏർപ്പെടുത്തുവാനും പകൽ സമയത്തെ നിരക്കുകൾ എല്ലാവർക്കും കുറയ്ക്കുവാനുമുള്ള സാധ്യതകൾ പരിശോധിക്കുവാൻ കെഎസ്ഇബിക്ക് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. സോളാർ പാനൽ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർ രാത്രി ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും ഈ ഉയർന്ന നിരക്ക് ബാധകമാക്കുവാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ താരിഫ് വ്യവസ്ഥകളിൽ നിന്ന് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ പഠന റിപ്പോർട്ട് 2 മാസത്തിനകം സമർപ്പിക്കാനാണ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ടൈം ഓഫ് ദി ഡേ താരിഫ് ബാധകമായവർക്കും ചെറുകിട വ്യവസായങ്ങൾക്കുമാണ് പകൽ നിരക്കിൽ 10% ഇളവുള്ളത്. ഇളവ് 10% മുകളിലായിരിക്കണം. എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാകണം. അതുപോലെ TOD താരിഫുകൾക്ക് മാത്രമാണ് ഇപ്പോൾ രാത്രിയിൽ കൂടുതൽ നിരക്ക് നൽകേണ്ടി വരുന്നത്. ഇതും എല്ലാവർക്കും ബാധകമാക്കണം. ഈ നിർദ്ദേശങ്ങളുടെ സാധ്യതയെപ്പറ്റി KSEB 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. കേരളത്തിൽ വേനൽക്കാലത്ത് പോലും പകൽ വേണ്ടിവരുന്നത് പരമാവധി 3500 മെഗാവാട്ടാണ്. അതിനാൽ പകൽ വാങ്ങുന്ന വൈദ്യുതിയിൽ 10 ലക്ഷം യൂണിറ്റ് വരെ സറണ്ടർ ചെയ്യേണ്ടി വരുന്നു. രാജ്യത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദനം വ്യാപകമാകുന്നതോടെ പകൽ 2 രൂപയിൽ താഴെ വിലയ്ക്ക് വൈദ്യുതി കിട്ടാനുണ്ട്. പകൽ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയാൽ അത് ശേഖരിച്ച് രാത്രി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ ഉപഭോക്താക്കൾ ആശ്രയിക്കും. രാത്രികാല ആവശ്യകത കുറയുകയും ചെയ്യും. ഇതേസമയം രാത്രിയിൽ 9 മുതൽ 12 വരെ വൈദ്യുതി ആവശ്യകത ശരാശരി 5500 മെഗാവാട്ട് വരെ ഉയരുന്നു. ഈ സമയം വിപണിയിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. അതിനാൽ രാത്രികാല ഉപയോഗം നിയന്ത്രിക്കാനാണ് പ്രീമിയം ചാർജ് എന്ന ആശയം. സോളാർ ഉൽപ്പാദകർ പകൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രാൻഡിലേക്ക് നൽകുന്നതിന് സമാന അളവിൽ വൈദ്യുതി രാത്രിയിൽ എടുക്കുന്നുണ്ട്. ബോർഡ് കൂടിയ വിലയ്ക്ക് വാങ്ങിയ വൈദ്യുതിയാണ് കുറഞ്ഞ വിലയ്ക്ക് ഇവർക്ക് നൽകേണ്ടി വരുന്നത്. പുതിയ രീതി നടപ്പായാൽ ഇവരും രാത്രിയിൽ കൂടുതൽ വില നൽകണം. വൈദ്യുതി ഉൽപ്പാദനം കൂടുന്നതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങളും വൈദ്യുതി ഉപയോഗത്തിന് മാറുന്ന ഘടനയും പഠിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്.